അത്രയും സൈസിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ മാഗ്നറ്റിക് ഹോൾഡർ ആയതുകൊണ്ട് ഈ ഫോണൊക്കെ അത്യാവശ്യം ചിലത് ഒരു 200 ഗ്രാമൊക്കെ വെയിറ്റ് ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു ഷേക്കിംഗ് ഉണ്ടാകുമ്പോൾ താഴെ പോകുമെന്നുള്ള പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഏകദേശം ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം നന്നായിട്ട് ഗിംബൽ യൂസ് ചെയ്തിരുന്നു. അങ്ങനെ ഒരു പ്രശ്നമില്ല. നന്നായിട്ട് തന്നെ ആ മാഗ്നറ്റിക് ഹോൾഡിംഗ് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു കാരണവശാലും ഒരു പ്രാവശ്യം പോലും താഴത്തേക്ക് പോയിട്ടില്ല. ഭയങ്കര ഷേക്കിംഗ് ആണ്. നമ്മൾ പർപ്പസ്ഫുള്ളി നമുക്കത് താഴെ ഇടാം എന്നുള്ള രീതിയിൽ ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ താഴെ പോകുമായിരിക്കും. പക്ഷേ കാശ് കൊടുത്ത് വാങ്ങിയതുകൊണ്ട് ഞാൻ ആ റിസ്ക്കിന് തയ്യാറായില്ല. ഇതാണ് നമ്മുടെ ഗിംബൽ. നല്ല പാക്കിങ്ങിൽ നല്ല സേഫ്റ്റി ആയിട്ട് തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ ഹാൻഡിയാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ തന്നെ, പാൻറ്റിൻ്റെ പോക്കറ്റിൽ തന്നെ ഹോൾഡ് ചെയ്യാൻ പാകത്തിനുള്ള ഹാൻഡിയാണ്. ആ പൗച്ചും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹോൾഡായിട്ട് കിട്ടും. ഇങ്ങനെ ഇരിക്കും ആ ഗിംബൽ നോക്കുമ്പോഴത്തേക്കും. ഇതിനൊരു കാര്യമുള്ളത്, സെപ്പറേറ്റ് നമുക്ക് ഓൺ ആക്കാൻ വേണ്ടി സ്വിച്ച് ഒന്നും വേണ്ട. ആ ജസ്റ്റ് അതിൻ്റെ ഹെഡ് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഓൺ ആയിക്കോളും. തിരിച്ച് അത് ഷട്ട് ഡൗൺ ആക്കുക എന്ന് പറയാൻ പറ്റില്ല. ലോഗ് ഓഫ് ചെയ്യണമെങ്കിൽ ആ ഗിംബൽ പഴയ രീതിയിൽ കൊണ്ടുവരണമെങ്കിൽ തിരിച്ച് ഇതേപോലെ ഈ പൊസിഷനിൽ വെച്ചാൽ മതി. കുറച്ച് സേഫ്റ്റി കാര്യങ്ങളെല്ലാം അതിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ പൗച്ചിൽ കീപ്പ് ചെയ്യാനായിട്ടാണ് എപ്പോഴും അതിൽ സജസ്റ്റ് ചെയ്യുന്നത്. എനിക്കും അത് വളരെ നന്നായിട്ട് തോന്നി. ഹാൻഡിയാണ്. ഇതേപോലെ ഗിംബൽ ഇങ്ങനെ ഏകദേശം 3-4 ആക്സസ് ഉള്ളതുകൊണ്ട് അത് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് അവിടെ ഒരു പ്രൊജക്ഷനും അതൊന്ന് കയറി വെക്കാനുള്ള ഒരു ഹോളും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് അങ്ങനെ കൊടുക്കുക. പിന്നെ ഗിംബലിൻ്റെ അത് അനങ്ങാതെ തന്നെ നിൽക്കും. ഇല്ലെങ്കിൽ അത് കറക്റ്റ് നമ്മൾ കൊടുത്തില്ലെങ്കിൽ അതിങ്ങനെ ടേൺ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അതിൻ്റെ താഴെ ഹെഡിൽ കണ്ടില്ല, എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞ ആ മിററാണ്. അത് നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, അതായത് നമ്മളൊരു സെൽഫ് വ്ലോഗിംഗ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഫേസ് കാണാൻ പറ്റും. നമ്മൾ കറക്റ്റായിട്ടാണോ നമ്മൾ ഫോക്കസ് ചെയ്യപ്പെടുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് വളരെ എളുപ്പമാണ്. ഏകദേശം ഇനി നമുക്ക് ആ സ്വിച്ചുകൾ പലതുകൊണ്ട് അതിന് ആ സ്വിച്ച് ശരിക്കും പറഞ്ഞാൽ ഗിംബൽ ഉപയോഗിക്കുന്നത് നമ്മളത് ഉപയോഗിച്ച് പഠിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. കാരണം ഒരുപാട് ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫീച്ചർ, 3 പ്രാവശ്യം ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഫീച്ചർ, അങ്ങനെയുള്ള പല ഫീച്ചേഴ്സുകൾ നമുക്ക് ഉപയോഗിച്ച് തന്നെ പഠിക്കുകയാണ് എപ്പോഴും നല്ലത്. ഇതിൽ ഏകദേശം നമുക്കൊരു ട്രൈപോഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ വളരെ വളരെ നന്നായിട്ട് അവർ അത് അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന രീതിയിൽ. അപ്പോൾ പെട്ടെന്ന് വിസിബിൾ ആവില്ല അതിൽ ട്രൈപോഡ് ഉണ്ടെന്നുള്ളത്. പക്ഷേ നമുക്ക് ആ 3 ലെഗും നമുക്ക് ഇങ്ങോട്ട് വലിച്ചിട്ട് ഇതേപോലെ സൈഡിലേക്ക് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക ഒരു സ്റ്റാൻഡായി നല്ല ഒരു പൊസിഷനിലേക്ക് ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റും. പക്ക ആ ടേബിളിൽ ഒരു കുലുക്കമൊന്നും ഇല്ലാതെ ഇരിക്കാൻ പറ്റും. കൂടാതെ ഇത് നമ്മൾ ക്യാമറ വെച്ചാൽ പോലും വളരെ സ്ട്രോങ് ആയിട്ടോ അല്ലെങ്കിൽ സേഫായിട്ട് തന്നെ അതിൽ തന്നെ ഇരിക്കും. ഇതിലാണ് നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്യുന്നത്. ഇത് ക്യാമറ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആ കാന്തിക ശക്തി വർക്ക് ചെയ്യും. അതിലേക്ക് നന്നായിട്ട് ഒട്ടി നിൽക്കും. അതിൽ അവിടെ ഒരു ചെറിയ ഒരു ഗ്രൂ പോലെ ഒരെണ്ണം കാണുന്നുണ്ട്. അതിൻ്റെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട്. പിന്നെ അതുകൂടെ ഇതിൽ നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ക്യാമറയുടെ മൊബൈൽ ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ടത് ക്യാമറയുടെ പൊസിഷനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് വേണം മൊബൈൽ അതിലേക്ക് ഹോൾഡ് ചെയ്യിപ്പിക്കാനായിട്ട്. കാരണം ഇതേപോലെ ഓപ്പൺ ആക്കിയിട്ട് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഓണായി ഗിംബൽ. ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ കാണാം. എങ്ങനെ ഞാൻ ഗിംബൽ വഴി ഷൂട്ട് ചെയ്ത പല വീഡിയോസും ഇതിൽ വഴിയാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് കാണാം. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നന്ദി.